2 മാസം മുമ്പ് നിലമ്പൂർ പോയി ഒരു പ്രസംഗത്തിന് പോയതാണ്. അവിടെ തേക്കിൻ്റെ മ്യൂസിയം ഉണ്ട്. ഇപ്പോൾ ബിമൽ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ തേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്, കാരണം അതിൽ ഗോൾഡൻ കണ്ടൻറ് ഉണ്ട്, അതുകൊണ്ട് തേക്കിനൊരു ഗോൾഡൻ ഷെയ്ഡ് വരും. പിന്നെ ഗ്രെയിൻസും കൂടുതലായിരിക്കും, ഡിസൈൻ കൂടുതലായിരിക്കും. നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ പല രാജ്യത്തു നിന്നുള്ള തേക്കിൻ്റെ പീസസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഈ നിലമ്പൂർ തേക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ്, ഗോൾഡൻ ഷെയ്ഡാണ്, പിന്നെ ഗ്രെയിൻസും കൂടുതലാണ്. ഇന്നത്തെ ഗോസ്പലിൽ നല്ല മണ്ണും മനുഷ്യരും ഉള്ള ഒരു ഇടവകയാണ്, ഒരു സ്ഥലമാണ് നമ്മൾ കാണുക, ഗനേസരത്ത് എന്ന് പറഞ്ഞിട്ട്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഗാർഡൻ ഓഫ് റിച്ചസ് എന്നാണ്. കാരണം അവിടെ നല്ല ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണ്, ഏത് ടൈപ്പ് മരങ്ങളും വളരുന്നൊരിടമായിട്ടാണ് അതിനെ കാണുന്നത്. അവിടുത്തെ മണ്ണിന് മാത്രമല്ല പ്രത്യേകത, അവിടുത്തെ മനുഷ്യർക്കും പ്രത്യേകതയുണ്ടെന്ന് ഇന്നത്തെ ഗോസ്പൽ വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഈശോ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് അവർ ഓടി നടന്ന് എല്ലാ രോഗികളെയും കട്ടിലോട് കൂടി കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് അവരുടെ ഡിമാൻഡ് എത്ര ചെറുതാന്ന് നോക്കി. അവർ പറയുന്നത് നിൻ്റെ വസ്ത്രത്തിൽ തൊടാനുള്ള അനുവാദം മാത്രം മതി, എന്നിട്ട് തൊട്ടവരൊക്കെ സുഖപ്പെട്ടു. അത്രമേൽ വിശ്വാസമുള്ള മനുഷ്യരാണ് ആ നാട്ടിലുണ്ടായിരുന്നത്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ഈ ഗോസ്പൽ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നു, ഗെരേസനർ എന്ന് പറഞ്ഞ വേറൊരു നാട്ടിൽ ഈശോ പോകുന്നുണ്ട്. അവിടെ ഒരു പിശാചുബാധനെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞ് മതി, നീ ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞ് ഈശോനെ ഇവിടുന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഒരു നാട്ടിൽ ഈശോനെ ഇറക്കി വിടുന്നു, ഒരു നാട്ടിൽ ഈശോക്ക് ഭയങ്കര ഡിമാൻഡ്. ഞാനിന്നിങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ പല ഇടവകളെക്കുറിച്ചാണ്. ചില ഇടവകൾ വളരെ നന്നായിട്ട് പോകുന്നു, ചില ഇടവകളിൽ പ്രശ്നങ്ങളുണ്ട്. ചില ഇടവകളിൽ ഏത് അച്ഛന്മാർ വന്നിരുന്നാലും ആ ഇടവക സൂപ്പറായിട്ട് പോകും. ചില ഇടവകളിൽ എത്ര സൂപ്പർ അച്ഛന്മാർ വന്നിരുന്നാലും ആ ഇടവയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത് തൽക്കാലത്തേക്ക് വന്ന് മാത്രം പോകുന്ന അച്ഛന്മാരാണോ ഒരിടവകയുടെ ഗ്രോത്ത് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന അവിടുത്തെ മണ്ണ് മനുഷ്യരുമാണോ?